മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. ഹാജരാകാനുള്ള സമയം കോടതി നീട്ടി നൽകിയിരിക്കുന്നു. വിനയരാജ് ചേരുന്നു. എന്തുകൊണ്ടാണ് ഹാജരാകാനുള്ള സമയം കോടതി നീട്ടി നൽകിയിരിക്കുന്നത്? മഞ്ഞുമ്മൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇന്നായിരുന്നു സൗബിൻ ഷാഹിറിനോട് മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് പിന്നീട് ഈ കോടതിയെ സമീപിക്കുകയും ഈ സമയം നീട്ടി നൽകുകയുമായിരുന്നു. ഹൈക്കോടതി സൗബിന്റെ സമയം നീട്ടി നൽകുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മാസം 27-ന് ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ പോലീസ് അന്വേഷണ റിപ്പോർട്ട് അടക്കം തന്നെ സമർപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. നിർമ്മാതാക്കൾ നടത്തിയത് ആസൂത്രണം ചെയ്തിട്ടുള്ള തട്ടിപ്പെന്നായിരുന്നു പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. അതേസമയം തന്നെ ഈ നിർമ്മാതാക്കളടക്കം തന്നെ ഈ ഹൈക്കോടതിയിൽ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ കേസ് റദ്ദാക്കാൻ സാധിക്കില്ല, തുടർ അന്വേഷണവുമായി മുന്നോട്ട് പോകാനായിരുന്നു ഹൈക്കോടതി അടക്കം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ നിർമ്മാതാക്കളുടെ ആവശ്യം ഹൈക്കോടതി തള്ളുകയായിരുന്നു. സൗബിൻ ഷാഹിറിനോടൊപ്പം തന്നെ സഹനിർമ്മാതാക്കളായിട്ടുള്ള ജോൺ ആന്റണി, ബാബു ഷാഹിർ എന്നിവരുടെ ഹർജിയായിരുന്നു തള്ളിയിട്ടുണ്ടായിരുന്നത്. ഇവരോടായിരുന്നു മരട് പോലീസ് സ്റ്റേഷനിൽ അടക്കം തന്നെ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. ആ നിർദ്ദേശത്തിനനുസരിച്ച് അതിന് പിന്നാലെയാണ് ഇപ്പോൾ സമയം നീട്ടി നൽകിയിരിക്കുന്നത്. സിറാജ്, അരൂർ സ്വദേശിയായിട്ടുള്ള സിറാജ് ആയിരുന്നു ഇവർക്കെതിരെയും ഈ നിർമ്മാതാക്കൾക്കെതിരെയും അടക്കം പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. താൻ 7 കോടി രൂപ സിനിമയ്ക്ക് വേണ്ടി നിക്ഷേപിച്ചു, എന്നാൽ ഈ സിനിമയിൽ നിന്ന് വന്ന ലാഭവിഹിതങ്ങളൊന്നും തന്നെ തനിക്ക് ലഭിച്ചില്ല എന്നായിരുന്നു സിറാജ് പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതേസമയം തന്നെ ഇത് അക്കാടെ തള്ളുന്ന ഒരു നിലപാടായിരുന്നു നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. സിറാജ് പണം നൽകാൻ എന്ന് പറഞ്ഞ സമയത്ത് കൃത്യസമയത്ത് പണം നൽകിയില്ല. അതുമൂലം സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് നിർമ്മാതാക്കളടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറഞ്ഞത്. എന്തായാലും ഇനി ഈ മാസം 27-നാണ് സൗബിനോട് മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. ഹാജരാകാനുള്ള സമയം കോടതി നീട്ടി നൽകിയിരിക്കുന്നു. വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്.